ഒരു ഇൻട്രോ കൊടുത്തരാ. ഹായ്. ഹായ്. അപ്പൊ നമ്മുടെ മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രതികരണ പരിപാടിയിലേക്ക് സ്വാഗതം എന്ന് പറഞ്ഞത് ഇന്ന് ഞാൻ അയ്യോ അങ്ങനെ പൊട്ടിച്ച കായല്ലേ കുഞ്ഞ്, ഇത് എന്നാ സാധനം കൊച്ച് ഇങ്ങനെ സിംഗിൾ ഉണ്ടോ? ഇങ്ങനെ സോറി, സബ്ജക്റ്റ് ഒന്നും തെന്നി പോകുന്നു. പൊട്ടിച്ച കളയല്ലടാ പ്ലീസ്, അമ്മയ്ക്ക് താടാ. അങ്ങനെ അല്ലടി, അയ്യോ. അപ്പൊ ഞാനൊരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് വന്നത്. ഇത് വാലന്റൈൻസ് ഡേക്ക് ഞാൻ എനിക്ക് തന്നെ വാങ്ങിച്ചതാണ്. കഴിഞ്ഞ ദിവസം. എവിടുന്ന്? അതൊക്കെ ഉണ്ട്. മറ്റേ സിനിമക്കകത്ത് രേവതി പറയുന്ന പോലെ അതിനകത്തില്ലേ മാളിക്കുന്ന അതിനകത്ത് പറയല്ലേ, എനിക്കും ഉണ്ടൊരു മനസ്സ് സ്വന്തം എന്നാ, എനിക്കും ഉണ്ട് എന്റെ മനസ്സിനെ എനിക്ക് തൃപ്തിപ്പെടുത്തണ്ടേ. അപ്പൊ ഞാൻ വിചാരിച്ചു ജസ്റ്റ് എനിക്കൊന്ന് വാങ്ങിച്ചിരിക്കണമെന്ന്. അപ്പൊ ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു. ആദ്യം കാണിക്കാവേ. ഇനി അത് കാണിക്കുന്നതിന് മുമ്പ് അപ്പോഴാണ് നമ്മുടെ ജസ്റ്റി മോൻ വാലന്റൈൻസ് ഡേക്ക് തണ്ടടേ. കാരണം മനസ്സമാധാനം ആഗ്രഹിക്കുന്ന കുടുംബനാഥന്മാർ ഭാര്യയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വായിച്ചു കൊടുത്തെന്നിരിക്കും. താങ്ക് യു ജസ്റ്റി. ജസ്റ്റി എപ്പോഴും എന്നെ ഇങ്ങനെ ഞെട്ടിച്ചോണ്ടിരിക്കണം കേട്ടോ. ഈ അടുത്ത വർഷം വാലന്റൈൻസ് ഡേ ഉള്ളല്ലോ എന്ന് ആർക്കും എനിക്ക് വിഷമം. ഇനിയിപ്പോ ഇതേത് മാസം? ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ. അയ്യോ, 8-9 മാസം കാത്തിരിക്കണം അടുത്ത പെട്ടി വല്ലതും കിട്ടണമെങ്കിൽ. അപ്പൊ ഇത് പൊട്ടിക്കുന്നതിന് മുമ്പ് ഞാൻ വാങ്ങിച്ച സാധനം കളിക്കാം. ഓക്കെ, ഞാൻ കുറച്ച് സാധനങ്ങളെ വാങ്ങിച്ചുള്ളൂ, കുറച്ച്. പിന്നെ എന്റെ ഫൗണ്ടേഷൻ ഒക്കെ തീർന്നായിരുന്നില്ല. പക്ഷെ അപ്പൊ ഞാൻ മായ്ക്കിന്റെ ഒരു ഫൗണ്ടേഷൻ വാങ്ങിച്ചു. പിന്നെ ഇത് ലാറോച്ച പോസിയുടെ ലാറോച്ച പക്ഷേ ഫ്രഞ്ചുകാർ പറഞ്ഞല്ലേ, അതിന്റെ ഒരു സീറം വാങ്ങിച്ചു. ജസ്റ്റിന്റെ മുഖത്ത് അടിച്ചിട്ട് കരിവാളിപ്പ് ഉണ്ടാക്കി മാറാൻ വേണ്ടിട്ട് ഞാൻ മെയിനായിട്ട് വാങ്ങിച്ച. പിന്നെ വാങ്ങിച്ചത് ഇത് സെറാവയുടെ ഒരു എന്താ പറഞ്ഞ ഐ മേക്കപ്പ് റിമൂവർ. മെയിനായിട്ടും ഉണ്ടല്ലോ ഇതിന്റെ പ്രത്യേക ഗുണങ്ങൾ. നമ്മുടെ മസ്കാര കിട്ട ചില ബ്രാൻഡഡ് മസ്കാര പോകത്തില്ല. അപ്പൊ അത് പോകാൻ വേണ്ടിട്ടൊരു ഐ മേക്കപ്പ് റിമൂവർ വാങ്ങിച്ചു. പിന്നെ ക്ലിനിക്കിന്റെ ഒരിതും വാങ്ങിച്ചു. ഓക്കെ, സാധനങ്ങൾ. ഇതാണ് ഈ കത്തി ഇവിടെ കൊണ്ടുവച്ച് അമ്മച്ചി. ഇനി ഇതാണ്, ഈ സിസ്റ്ററൊന്നും ഇല്ലായിരുന്നു ഈ വീട്ടിൽ, കത്തിയും കൊണ്ട് വന്നേക്കുന്നത്. ഓടി മോനെ, ചക്കി കിടന്ന് പിടയ്ക്കുന്നല്ല ദൈവം. എനിക്കൊരു ബാഗൊക്കെ ഫ്രീ തന്നു കേട്ടോ. ചേട്ടൻ ചുമ്മാ ഉഴപ്പല്ലേ മോനെ, ആ മൂട് പോവും. ഒരു മേക്കപ്പ് ബാഗൊക്കെ തന്നു കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു, ജസ്റ്റ് ഇഷ്ടപ്പെട്ടു. ഇനി ജഡു എവിടെ പോയി ഈ ബാഗ് തൂക്കാന്നുള്ളത് നിന്റെ ഒരു പണിയാണ് അല്ല. വിട്ട് തരാം. അതിനകത്തൊരു സാധനം ഉണ്ടോ അവിടെ വെച്ച് ഇങ്ങോട്ട്. അതിന്റെ കാര്യത്തിൽ ഇപ്പൊ തീരുമാനമാവും. മാച്ചിങ്ങോട്ടല്ലേ. ഇത്രയും സാധനങ്ങളാണ് ജസ്റ്റ് സൂം ചെയ്തോളൂ. ജസ്റ്റിമോൻ എനിക്ക് വാങ്ങിച്ചു തന്ന സാധനങ്ങൾ എല്ലാ കെട്ടിയന്മാർക്കും ഇത് പ്രചോദനമാണ്. ഓക്കെ, പെട്ടി കണ്ടപ്പോ ഞാൻ വിചാരിച്ചതിനകത്ത് ഒത്തിരി ഉണ്ടെന്ന് കേട്ടോ. ഒത്തിരി. ആദ്യം തന്നെ ക്ലിനിക്കിന് 2 മോയ്സ്ചറൈസിങ് ക്രീം. കാരണം ഇത് എനിക്കറിയാം ജസ്റ്റ് ഒരുമാതിരി കുമ്മായം പോലെ അടിച്ച് തേക്കുന്നത് കൊണ്ട് മെയിനായിട്ട് വാങ്ങിച്ചതായിരിക്കും. പക്ഷെ ജസ്റ്റ് അറിയാം ഞാനും വാങ്ങിച്ചായിരുന്നു. നമുക്ക് ഇതൊന്ന് നിർത്തിയാലോ? ഞാനല്ല ജസ്റ്റിക്ക് വല്ല ബോൺസോ ഒക്കെ തേച്ചൂടെ? കഷ്ടമുണ്ടല്ലേ. പണ്ട് ഞാനത് വെളുക്കുന്നത് കുറെ തേച്ചതാ. അപ്പൊ ഇത് ക്ലിനിക്കിന്റെ 2 മോയ്സ്ചറൈസിങ് ക്രീം. ഇത് അങ്ങനെ 2 വാങ്ങിച്ചു. ക്ലിനിക്കിന്റെ തന്നെ ഒരു ലിപ്സ്റ്റിക്. എന്തുവാണ് ഇവന്? സൂപ്പർ കേട്ടോ, ഒത്തിരി സൂപ്പറാണ്.
ഒരു ചുണ്ടല്ലേ ഉള്ളൂ. ഒരു ചുണ്ടേ ഉള്ളെങ്കിൽ എന്താ ഇതൊക്കെ മാറി മാറി എനിക്ക്. ചേട്ടൻ എന്റെ ലിപ്സ്റ്റിക് അല്ല ഈ പ്രാവശ്യം അങ്ങനെ വിളിച്ചോണ്ടല്ലോ ഇടിയും വെച്ചിരും കേട്ടോ. നല്ല ന്യൂഡി കളർ. ഇത് ജസ്റ്റ് എങ്ങനെ അറിയാം? ജസ്റ്റ് ഇത് അങ്ങോട്ട് അടുത്ത് വരുമ്പോ ഇതാണ് കളറ്. ഒരു ന്യൂഡ് കളറായിട്ട് വരും ഇത്. പിന്നുള്ളത് ഇത് കാണിച്ചില്ല. ഹുഡ ബ്യൂട്ടിയുടെ ഒരു ലൂസ് പൗഡർ. ഹുഡ ബ്യൂട്ടി അത് ശരിയാ, ലൂസ് പൗഡർ ശരിയാ. ആണ് അതെങ്ങനെ പറഞ്ഞേ? എന്റെ ഒരു ഹുഡ ബ്യൂട്ടിയുടെ കാണും. ഓക്കെ, അടുത്തത് ഹുഡ ബ്യൂട്ടിയുടെ ഒരു പൗഡർ. ഹുഡ ബ്യൂട്ടിയുടെ അഡ്വർടൈസ്മെന്റ് കണ്ടിട്ടില്ലേ? സൂപ്പർ. ഇത് ദൈവമേ, ഇന്ന് കിടന്ന എനിക്കിനി ഉറക്കം വരികയല്ലോ. ജസ്റ്റ് ചെറി പീച്ച്. ഇതെനിക്ക് ചേരുന്ന കളറാണെന്ന് ജസ്റ്റ് നോക്കിയോ? ജസ്റ്റ് എന്താണ് ഞാൻ ചേർക്കും. ഇത് സൂപ്പർ കേട്ടോ, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഹുഡ ബ്യൂട്ടി. പിന്നെ അടുത്തത് സെഫോറയുടെ കോമ്പാക്ട് പൗഡർ. ഇതൊരെണ്ണം. ഇത് എൽഫിന്റെ ഒരു കോമ്പാക്ട് പൗഡർ. ഇങ്ങനെ 2 കോമ്പാക്ട് പൗഡർ. പിന്നെ 2 സെഫോറയുടെ ഒരു അടിപൊളി ലിപ്സ്റ്റിക്ക്. എന്നാ അടിപൊളി കളറാ. 90 എന്ന് പറഞ്ഞിട്ടൊരു ഷെയ്ഡ് കേട്ടോ. ഇതെനിക്ക് ചേരുവോ? ഇത് ഓക്കെ, സെഫോറയുടെ ഒരു ലിപ്സ്റ്റിക്ക്, ഒരു അടിപൊളി കളർ ഉണ്ടോ ഇത്. പിന്നെ 2 ലിപ് ലൈനർ. താങ്ക് യു ജസ്റ്റ്. ഇത് 2 സെയിം കളറാണല്ലോ ജസ്റ്റ് മോനെ. നോ പ്രോബ്ലം. 2 ലിപ് ലൈനർ. പിന്നെ കുറെ സാധനങ്ങൾ സെഫോറയുടെ ഫ്രീ. ഈ ഒരു സാധനം മറ്റേ സിനിമയ്ക്ക് തുറന്ന ചുടിച്ചോറ് കുടിച്ച് മയങ്ങി കിടക്കും. ദൈവമേ, ഡയറിന്റെ ഒരു ലിപ്സ്റ്റിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ജസ്റ്റ് മോനെ, എന്നാണ് ഇത്രയൊക്കെ വാങ്ങിച്ചു ചേട്ടാ? വാങ്ങിക്കായിരുന്നു. പൊളി മക്കളെ, പൊളി. ഡയറിന്റെ ഒരു ലിപ്സ്റ്റിക് കേട്ടോ. I love this ജസ്റ്റ് മോനെ. നാളെ ഇത് തേച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് വരാനുണ്ടാവാൻ പോവല്ലേ? ഇത് തേച്ച് കഴിഞ്ഞാൽ ആരാകുന്നോ ഇല്ലയോ എന്നുള്ളതൊന്നും അല്ല. ഇതല്ലേ ഡയോറിന്റെ ഒരു ലിപ്സ്റ്റിക്. എന്റെ സ്മെല്ല് തന്നെ എനിക്ക് ഒരു രക്ഷയില്ല. കിടു. ഇത് പക്ഷേ ഇതല്ലേ, എന്താണ് ഞാനിപ്പോ സാധാരണ ഹൈഡ്രേറ്റിങ് ഷൈൻ ലിപ്സ്റ്റിക്. അത് ഞാൻ ഉദ്ദേശിച്ചത് മറ്റേ മാറ്റ് ലിപ്സ്റ്റിക് അല്ലല്ലോ. എന്നതാണ് അയ്യോ, ഒന്നും പറ്റത്തില്ല. ഇതൊക്കെ ഉപയോഗിച്ചില്ല പിന്നെ ജസ്റ്റിക്ക് വിഷമമാകത്തില്ലേ? ഇത്രയും സാധനങ്ങളാണ് ജസ്റ്റി വാങ്ങിച്ചു തന്നത്. ജസ്റ്റി, താങ്ക് യു സോ മച്ച്. പിന്നെ ബാക്കി കുറെ ഫ്രീ കിട്ടിയാണ്, കുറെ ഇവരുടെ പ്രോഡക്ട്സ്. ഇത് കുറെ ഫ്രീ കിട്ടിയ സാധനങ്ങളൊക്കെ. ഇത്രയാണ് ജസ്റ്റി മോന്റെ വെഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റ് എന്ന്. സോറി, എന്താണ് കേട്ടോ, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അടിപൊളി. മോർ ഇനിയുണ്ടോ? മോർ. അടിപൊളി. ജസ്റ്റ് മേക്ക് ഷുവർ തീർന്നില്ല ഇത്. ഇന്ന് ഞാൻ എവറിത്തിങ് സമ്മാനം തരാൻ, ഗിഫ്റ്റ് തരാൻ ഓരോരോ കാരണങ്ങൾ.
നീ ഒരു വർഷത്തേക്ക് മിണ്ടിയേക്കരുതൊന്നും. Mama. Because Papa, Papa, ഇത് വാങ്ങിച്ചു. എന്തിനാ മോനെ? Papa. ആണോ? ആ? വാലന്റൈൻസിനായിട്ട് കൊച്ചിന് വല്ലതും കിട്ടിയായിരുന്നോ? ആ? അപ്പൊ പാവത്തരൊന്നും ഇല്ലായിരുന്നോ? Amma, you can fit everything you got into this. ശരിക്കും. എലിസബത്ത് ആര്യന്റെ മൈക്കിന്റെ Elizabeth. എലിസബത്ത് ആര്യന്റെ എലിസബത്ത് ആര്യൻ കണ്ടുപഠിച്ചോ? ഇങ്ങനെ സമാധാനപരമായി കൊടുക്കാൻ വേണ്ടി. അതെ അല്ല, കണ്ടുപിടിച്ചോ? നോക്ക്. ഇതൊക്കെ എന്നാ ജസ്റ്റ് ഏത് കളറാടാ ഇത്? Now when if someone കൈ makes പറിക്കുന്നു. കുഴപ്പമില്ല. കൈ പറിക്കുന്നു. ആരുടെ സ്റ്റുഡിയോ? ആനാ കൊറേ നേരം അതിനെ പിടിച്ചോണ്ടിരിക്കും തുടങ്ങിട്ട്. അപ്പൊ താങ്ക് അത് യു. കൊള്ളത്തില്ല, തിരിച്ചു കൊടുത്തേക്കാം. ആനാ ഞാൻ തൂത്തു. തിരിച്ചൊന്നും കൊടുക്കണ്ട, അതൊക്കെ ഞാൻ ഇട്ടോളാം. എങ്ങനെയെങ്കിലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്യും. അടുത്തത് ഇത് തിരിച്ചെടുക്കുന്ന ഓപ്ഷൻ ഉണ്ടോ? എനിക്കറിയില്ല. ഈ മായ്ക്കിന്റെ ഇതാണോ കളറ്? അറിയും. മായ്ക്കിന്റെ ലിപ്സ്റ്റിക്. Oh, this is the one I broke. അയ്യോ എന്താ ജസ്റ്റ് Bro. ഇച്ചിരി ഫ്ലോപ്പ് ആയി പോയി മുത്തേ. തൊടണ്ട, എന്നത് കാണിക്കണ്ട. അത് കുഴപ്പമില്ല, എന്നാൽ ഇരിക്കട്ടെ. ഇത് മുത്തേ ഇതാ ലിപ്സ്റ്റിക്കിന്റെ കളറ്. ഇത് ചേഞ്ച് ചെയ്യുന്ന കളറൊന്നും അല്ലല്ലോ. Da 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 da. അയ്യോ അങ്ങനെ പിടിക്കുന്നത് മോനെ. ഇതാ ലിപ്സ്റ്റിക്കിന്റെ കളറ്. അതിന് കുഴപ്പം. Yeah, brown some. ഫോട്ടോ കണ്ടപ്പോ ഫോട്ടോയ്ക്കകത്ത് കുഴപ്പമില്ലായിരുന്നു. ആണോ? അത് മാറിപ്പോന്ന് ജസ്റ്റ് ഇട്ടപ്പം. എനിക്ക് തോന്നുന്നു ജസ്റ്റ് ഇട്ടപ്പം മാറിപ്പോയതാ. ഇതും അതുപോലെ തന്നെ ഏകദേശം. എന്നാ രണ്ടും തിരിച്ചു കൊടുക്കാനുള്ള ഓപ്ഷൻ നോക്കാം. ഇത് ഞാൻ ഇച്ചിരി തേച്ചു. ഈ അവസാനത്തെ രണ്ടെണ്ണം ചെറുതായിട്ട് ചീറ്റിപ്പോയിട്ടോ. എനിവേ ബട്ട് ഈവൻ ദോ പക്ഷെ ഇത് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇത് റിട്ടേൺ അടിച്ചേക്കാവേ. ഇത് ഇതുണ്ട് ഇതാ കളറ്. പക്ഷെ ആ വാങ്ങിക്കാൻ കാണിച്ച മനസ്സ് ഇത് റിട്ടേൺ അടിച്ചിട്ട് വേറെ വാങ്ങിക്കണേ. ഞാൻ കളർ സെലക്ട് ചെയ്തോളാം. ഇനി ഗിഫ്റ്റ് കിട്ടില്ല. മായ്ക്കിന്റെ ഒരു ലിപ്സ്റ്റിക് റിട്ടേൺ അടിക്കണ്ടേ? No, how much was this for? അതിനൊരു 120 260. 260യോ? രണ്ടിനും കൂടെ. Don't waste. Keep. But with all, how much? അപ്പൊ 1,000. ഏകദേശം 1000 ഒക്കെ ആയിട്ടുണ്ടാവും. ഏകദേശം അല്ല. അപ്പോ ഇതൊക്കെയാണ് എന്റെ അൺബോക്സിങ് വീഡിയോ. ഇച്ചിരി ഡിപ്രഷനായി പോയി. നോ പ്രോബ്ലം. അപ്പോ എന്തൊരു ഡിപ്രഷൻ. ഇത്രയും വില ഉള്ള വാങ്ങിച്ചത് രണ്ട് എനിക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ലോ എന്ന് അറിഞ്ഞപ്പോ വൺസ് You അഗൈൻ better use it. ഞങ്ങളുടെ വീഡിയോ കണ്ടതിന്, ഞങ്ങളെ ഇഷ്ടപ്പെട്ടതിന് ശരി. എന്നാ Bye bye. പോയേശം വരാം. One more word. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വാലന്റൈൻസ് ഡേ ഒരിക്കൽ കൂടി. ശരി എന്നാൽ.